ചോ ആ ചാ ഓ ഒരു 15,000 രൂപ വേണം. എൻ്റെ പൈസയൊന്നുമില്ല. ഒരു 15,000 രൂപ തരണോ ചാ? എടാ എൻ്റെ കാശില്ലടാ. സ്വന്തം മോനാണ് ചോദിച്ചത്. കടം തന്നാ തിരിച്ചു തരാം. എടാ എൻ്റെ കാശില്ലെന്നല്ലേ പറഞ്ഞത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ നീ കാശ് ഒഴിച്ച് വേറെ എന്തോണോ ചോദിച്ചോ. അച്ഛൻ എയർഫോഴ്സിൽ നിന്ന് പെൻഷനായിട്ട് കിട്ടണ ചക്കരവുമയൊന്നും അല്ലല്ലോ. ചക്കരമ്മയോ? അല്ല, കാശ് തന്നെയല്ലേ. ആ ഈടെ എനിക്ക് എൻ്റെതായ ചെലവുകളില്ലേ? വീട്ടിലെ ചെലവൊക്കെ ഞാനല്ലേ വെച്ചാ നോക്കണേ. നിനക്ക് എന്തോന്നിനടാ ഇപ്പൊ 15,000 രൂപ? അത് ഈ ഒരിടത്ത് തന്നെ ഇരുന്ന് ചവിട്ടുന്ന സൈക്കിളില്ലേ, ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് ചവിട്ടുന്ന സൈക്കിള്, അത് വാങ്ങിക്കാം. അത് ശരി. എടാ എല്ലായിടത്തും പോകാൻ പറ്റുന്ന സൈക്കിളിന് 5,000 രൂപയല്ലേ ഉള്ളൂ. പിന്നെ എന്തോന്നിനടേ ഈ ഒരിടത്ത് മാത്രം ഇരുന്ന് ചവിട്ടുന്ന സൈക്കിൾ 15,000 രൂപ? അച്ഛൻ്റെ ഈ കോൺസി ചോദ്യത്തിന് ഉത്തരം പറയാനെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവൾ ഇതിന് ചുറ്റും കിടന്ന് ഓടണം അച്ഛൻ കണ്ടല്ലേ. ആൾക്കാർ പ്രാന്തെന്ന് പറയും. കണ്ട് അവളെ വിളിച്ച് അകത്ത് കയറ്റാൻ വേണ്ടിയിട്ടാണ് എനിക്ക് സൈക്കിൾ വാങ്ങിക്കണം. 15,000 രൂപ തരണം. നീ അകത്തോ പുറത്തോ കയറ്റിക്കോ, എനിക്ക് നിന്റെ കാര നീ എനിക്ക് കാശ് തരണം. എടാ നിന്റെയൊക്കെ തരാൻ കാശില്ലെന്നാ പറഞ്ഞത്. ഒരു 15,000 രൂപ തരണോ? അച്ഛൻ്റെ പാസ്ബുക്കും കിട്ടും, ഞാൻ നോക്കട്ടെ. പാസ്ബുക്ക് ഒന്നുമില്ല. എടുക്ക് നോക്കട്ടെ. അത് തരാൻ പറ്റത്തില്ല. എടുക്ക് നോക്കട്ടെ. നീ ഒരു കാര്യം ചെയ്യും, നീ ആശയ്ക്ക് ഈ സൈക്കിൾ കൊണ്ട് കൊടുക്കും. ഇതാ അച്ഛൻ അമ്മയും കൂടെ എടുത്ത് ഇതിൽ ചവിട്ടിയാണ്. എടാ ഇത് നിങ്ങൾ രണ്ടുപേരും കൂടെ നിനക്ക് പാസ്ബുക്ക് നോക്കട്ടെ, ഞാൻ എത്ര ഉണ്ടെന്ന് അറിയണമല്ല. പാസ്ബുക്ക് തരാൻ പറ്റില്ല. കിടന്ന് വിളിച്ച് കൂവണ്. പെട്ടി കെട്ടി പിടിച്ചോണ്ടിരുന്നു എന്തോ നാടാ, എന്തോ പറ്റിയതാ? വെള്ളത്തിൽ കുഴഞ്ഞു വീണതാ. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് വേണ്ടാത്ത പണിക്ക് പോവല്ലേ. അത് വെള്ളം കുടിക്കാതെ പോയിട്ട് അങ്ങനെ കുഴഞ്ഞു വീണത്. നീ എന്താ മോളെ വെള്ളം കുടിക്കാത്തെ? ഇവൻ സമ്മതിച്ചില്ല. കൂടുതൽ എളിക്കല്ലേ. നീ അല്ല ആരെങ്കിലും ഈ വീരദോഷി പിടിച്ച് കൂടെ നിർത്തുവോ? എടാ പിടിച്ചടിപ്പിച്ചേ, പോയി വെള്ളം എടുത്തിനോടാ പോട്ടാ. പതുക്കെ പിടിച്ചേ. ഓ അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങളും ചെയ്തോളണം. നല്ല കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ 15 കിലോ കുറയ്ക്കും. കുറച്ചോ? ചെരുപ്പ് ചവിട്ടി കയറ്റി തരാനുള്ള. ഓ പാവം ചേച്ചി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നടന്നാണ്. ഇപ്പൊ വെട്ടി കിട്ടുമല്ലോ കിടക്കണണ്ടാ. ഹോ കൃഷ്ണമണി മണ്ടേ കയറിപ്പോ അല്ലേ അളിയാ? പിന്നെ അല്ലാതെ ഇത്രയും നാളെ വീട്ടിൻ്റെ അകത്ത് കുത്തിയിരുന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വെളിയിൽ ഇറങ്ങി അഭ്യാസം കാണിക്കാൻ വേണ്ടി നടന്ന. ചേച്ചി വാ ചേച്ചി ഗ്ലൂക്കോസ് കൊണ്ടുപോക്കണം നിന്റെ ഗ്ലൂക്കോസ്. ഞാനിങ്ങനെ ചത്തു പോയിരുന്നെങ്കിലോടാ. ചേച്ചി വെള്ളം കുടിച്ചാൽ മോട്ടിവേഷൻ പോകുമെന്ന് വിചാരിച്ചിട്ടില്ലേ ഞാൻ വെള്ളം തരാഞ്ഞേ. അടിപൊളി. ഇതുപോലെ ഒരു പേഴ്സണൽ ട്രെയിനറെ കിട്ടാൻ പുണ്യം ചെയ്യണം. നിനക്ക് സമാധാനമല്ല ഓരോന്ന് പറഞ്ഞ് അവളെ ഇളക്കി വിട്ടിട്ട്. എന്നെ ആരും ഇളക്കി വിട്ടൊന്നുമല്ല. അമ്മ അവിടെ കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മര്യാദയ്ക്ക് അത് കുടിച്ചാൽ അതിൻ്റെ അകത്ത് അങ്ങനെ പോയി കിടന്നോണം. എനിക്ക് കഞ്ഞിയൊന്നും വേണ്ട, ഞാൻ ഡയറ്റിങ് തുടങ്ങി. അയ്യോ കൃഷ്ണമണി ഇപ്പൊ താഴോട്ട് ഇറങ്ങിയുള്ളൂ ചേച്ചി. ഡയറ്റിങ് ഇന്ന് തന്നെ വേണം. തടി കുറയാൻ കാന്താരി മുളകും നല്ലതാ. അത് കറക്റ്റാ. സയൻസിൽ പറയുന്നുണ്ട് ഇങ്ങനെ. സയൻസിൽ ബയോളജി സയൻസി പിന്നെ കമ്പ്യൂട്ടർ സയൻസിൽ പറയാൻ പറ്റുമോ? എനിക്ക് പടം കിടന്നു നിന്റെ കൊണ്ടുപോകും. ചേട്ടാ ചുമ്മാ ചേട്ടാ. ചേച്ചി നമുക്കിനി അടുത്ത പ്രാവശ്യം കാന്താരി വളർന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലേ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. നിന്നെ ഞാൻ ഈ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കല. നാത്തൂന് ഡയറ്റിങ് ഒന്നും ചെയ്യണ്ട. നാത്തൂന് ആവശ്യത്തിനുള്ള വണ്ണമേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞതുകൊണ്ടാണെങ്കിൽ എന്നേക്കാൾ ഒരു ഇത്തിരി വണ്ണം കൂടുതലാന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അത് കാര്യാക്കണ്ട. അതിന് നീ പറഞ്ഞോണ്ടാ ഞാൻ വണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചെന്ന് ആര് പറഞ്ഞു? പിന്നെ എനിക്ക് വണ്ണം കുറയ്ക്കണം തോന്നി, ഞാൻ തീരുമാനിച്ചു. നാട്ടുകാരെങ്കിലും കണ്ടാന്തോ തല ഇറങ്ങിയൊക്കെ വീണത്? ശരിക്കും വയ്യ. ഞാൻ പറഞ്ഞല്ലേ വീടിൻ്റെ അകത്തിരുന്ന് ചവിട്ടുന്ന സൈക്കിൾ വാങ്ങിച്ചു തരാന്ന്. എന്നാ ഞാനേ പുറത്ത് ഒരു സർവേയും എടുക്കാം ആരൊക്കെ കണ്ടെന്ന്. എന്തൊരു സ്വഭാവട്ടോ ഇതൊക്കെ. എടാ ചെറുക്ക പൊക്കോ അവിടുന്ന്. ആ മതി എല്ലാവരും പോ. ചേച്ചി ഇതൊരു കാറ്റ് കൊള്ളട്ടെ. ചേച്ചി നമുക്കിനി അടുത്ത വരുമ്പോൾ കുക്കുടാസനൊന്ന് പഠിക്കാം. നിന്റെ കുക്കുടാസന ചെല്ലു. ശകലം ഗ്ലൂക്കോസ് കൊടുക്ക്. ആ ഇനി എല്ലാം ശരിയായിക്കോളൂ. ഇപ്പൊ എനിക്കൊരു ആശ്വാസം. കാന്താരി മുളകല്ലേ? മാമാ ഞാനേ കുറച്ച് വണ്ണം കുറച്ചാലോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ കിളച്ചോണ്ടിരിക്കുമ്പോ ചിരിപ്പിക്കാടെ വരും പോലെ. ചിരിക്കായി ഞാൻ ഇവിടെ കിളച്ചോണ്ടിരിക്കുന്നത് നീ കൈയും കെട്ടി നോക്കി വണ്ണം കുറയൂടെ? തരവല്ല അതിങ്ങോട്ടോ ഞാൻ കാണിച്ചുതരാം. എന്നാ വിട്ട്. ഞാനേ സുമേഷ് അല്ലേ ഏട്ടാ. നോക്കിയോ നോക്കി വെട്ടണം. കണ്ടാ കണ്ടു മരിച്ചിട്ട് പോലെ ഇളകി വരണാണ്ടാ മണ്ണ്. നോക്കിയോ ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു നല്ലൊരു വഴി കിട്ടിയിട്ടുണ്ട്. ഇവിടെ പ്രശ്നമൊന്നുമില്ല അളിയാ. ഞാൻ ഇപ്പൊ ടക്കടക്കനെ വെട്ടി അങ്ങ് ഇടൂലേ. കഴിഞ്ഞ കാര്യം ഇവിടത്തെ അല്ല, വീട്ടിനകത്തെ പ്രശ്നം.
ആശയം നിലയ്ക്ക് നിർത്താൻ വേണ്ടിയിട്ട് ഒരു കിടുക്കാച്ചി ഐഡിയ കിട്ടിയിട്ടുണ്ട്. കിടക്കാച്ചി എടി അതായത് നമ്മളൊരു പേപ്പർ എടുക്കുക, അതിൽ ഒരു വലിയ വരയും, എടാ ഇങ്ങോട്ട് കേക്കട ഇങ്ങോട്ട്, ഒരു വലിയ വരെ നമ്മളൊരു വലിയ വര വരയ്ക്കുന്നു, ഒരു ചെറിയ വര വരയ്ക്കുന്നു. ഈ വലിയ വരയെ നമ്മൾ ചെറുതാക്കാൻ വേണ്ടി എന്ത് ചെയ്യും? പറ. ചെറുതാക്കാൻ വേണ്ടി എന്തരടെ നീ പറഞ്ഞത്? വെള്ളം വല്ലതും വേണോ? മിണ്ടായിരി അച്ഛാ. വലിയ വരയെ ചെറുതാക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ചെറിയ വരയെ വലുതാക്കുന്നു. അതിവിടെ ആര് വര വരച്ച് കളിക്കുന്നു? എടാ പേങ്ങ, പൈങ്കിളിയുടെ വണ്ണം കൂട്ടിയാൽ മതി, അപ്പൊ പ്രശ്നം തീർന്നില്ലേ? അയ്യടാ, ഒരു ബുദ്ധിയും കൊണ്ട് വന്നിരിക്കുന്നു. അവക്ക് കൈകൊക്കെ വണ്ണം വെച്ചാലേ എന്റെ ആരോഗ്യത്തിന് അത് കേടാണ്. ചുമ്മാ കളിയാ. ഒന്ന് സഹകരിക്കടേ. ഡേയ് ഒന്ന് സഹകരിക്കടേ, പാവല്ലേ ഡേ. അയ്യോ, അച്ഛന്റെ വക്കാലത്തൊന്നും എനിക്ക് വേണ്ടേ. ഒരു 15,000 രൂപ വെച്ചിട്ട് തന്നില്ലല്ലോ. എന്റെ കാശില്ലാത്തോണ്ടല്ലേ ഡേ. മാമ, ഈ നോട്ട് നിരോധനമൊക്കെ എന്ന് വേണമെങ്കിലും വരും കേട്ടാ. ഇങ്ങനെ പൂർത്തി വെച്ചോണ്ടിരുന്നോ? നീ അത് വിട്, ഇത് നടക്കൂല്ലെന്ന് പറ. കൂടെ കഴിക്കാൻ പറ്റുമോ? ഒരു കുഴിമന്തി മേടിച്ചു തരാം. കുഴിമന്തി അളിയാ, ഒന്ന് പോരെ. ഇന്ന് തൊട്ട് ഒരാഴ്ചത്തെ കുഴിമന്തി നടക്കൂ. അങ്ങനെ ഇത് കളിക്കുന്നില്ലേ? തടി കുറയണ്ടേ? തടി കുറയ്ക്കണം. നമ്മൾ ആദ്യം കുഴിമന്തി കഴിച്ച് തടി വെക്കും. തടി വെച്ചാലേ നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. ഏത് ചെല്ല് 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 ചെല്ല്. എനിക്ക് അപ്പഴേ മനസ്സിലായി നിങ്ങൾക്ക് എങ്ങനെ എന്നെ തരുമെന്ന് അവസാനം. ഞങ്ങളെ ആദ്യം അവളെ കൊണ്ട് അത് മൊത്തം തീറ്റിക്കും, എന്നിട്ട് വണ്ണം വെപ്പിക്കും. നീയും അവനും അല്ലേ? അല്ല ബെസ്റ്റ് കമ്പനിയാ. ചെല്ല് ചെല്ല്. അളിയാ, ഇതിലവള് വീഴും. ഓ വീഴും. നല്ല അടുത്താണ് കളിക്കുന്നത്. നീ പോയി വിളിച്ചിട്ട് ഞാൻ ഇത് വെച്ചേക്കാം. നോക്കാന്ന്. നീ പോയി വിളിച്ചിട്ട് വാടി പിങ്കി, നീ ഇത് കണ്ട അളിയെ വാങ്ങിച്ചോണ്ട് വന്നേക്കണേട്ടാ എന്റെ പെങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി. വൃത്തിയാണെങ്കിൽ നിനക്ക് ഇതൊക്കെ വാങ്ങിച്ചോണ്ടിരാൻ പറ്റില്ല. നീ അല്ലെങ്കിൽ കഴിയടി അങ്ങോട്ട്. പിന്നെ അല്ല, എനിക്കൊന്നും വേണ്ട. കഴിക്കടി അങ്ങോട്ട്. കഴിക്ക്. എനിക്ക് വേണ്ട. പിള്ളേർക്ക് വേണമെന്ന്. മക്കൾക്ക് അകത്ത് പൊരിയില്ലേ? പൊരി പിള്ളേർക്ക് ഓരോന്ന് കൊടുക്കാം. എനിക്കിതൊന്നും ഇഷ്ടമല്ല. പിള്ളേരൊക്കെ കഴിക്കും. നീ ആദ്യം കഴി. എടാ വാടാ, ഇന്ന് എടുത്ത് ഒരെണ്ണം കഴിച്ചോ. പോവാൻ പറഞ്ഞില്ലേ? അവര് ഇതില് ആരോഗ്യത്തിന് ഫലപ്രദമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കഴിക്ക്. ലഡ്ഡൂല് അളിയ ഇതില് മറ്റേ സാധനം അടങ്ങിയിട്ടില്ലേ? പഞ്ചസാരയല്ല, മറ്റത്. എന്റെ പേരെന്തോന്നു? മറ്റേ ഇതില്ലേ? എനിക്കറിയാം, കറ്റാർ വാഴ. ലഡ്ഡൂല് പോടാ അവിടുന്ന്. അഗസ്ത്യാർ കൂടം. നീ കഴിക്കാദ്യം. നിങ്ങൾക്ക് രണ്ടിനും കഴിച്ചോ. കഴിച്ചാലല്ല വലിയ കുട്ടിയാണോ? കഴിക്കണേ അങ്ങോട്ട്. എനിക്ക് കഴി. ഒരു ജിലേബിയും കൂടെ നിനക്ക് പറ്റാത്ത വെള്ളം എടുത്തോണ്ടാ. വെള്ളമൊക്കെ ഞാൻ എടുത്തോണ്ടാ. ആദ്യം ഇത് കൊടു. കഴിച്ചോ. എനിക്ക് മതി. കലിപ്പാവോ? സംശയം എന്ത്? നീ കഴിക്കും മക്കളെ. നീ തീറ്റി കഴി.